കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഈ വേദവായന ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ നമ്മൾ പരിചിന്തിച്ചു. അവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്നും ഈ വചനം യേശുവാണെന്നും ഈ വചനം ദിവ്യത്വമുള്ള പിതാവിൽ നിന്നും വന്ന ദൈവത്തിൻ്റെ പുത്രനായോണ്ട് ഈ യേശുവിൽ ദിവ്യത്വമുണ്ടെന്നും അവനിൽ ജീവനുണ്ടായിരുന്നുവെന്നും സകല സൃഷ്ടികളിലും യേശു മുഖാന്തരമാണ് ജീവൻ നൽകിയത് എന്നും നമ്മൾ പരിചിന്തിച്ചു. നമുക്ക് നഷ്ടപ്പെട്ട ജീവനെ തിരികെ നൽകുവാനാണ് പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ വചനത്തെ അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊള്ളുന്നവന് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമെന്നും അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ലഭ്യമാകുമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കൂടി പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളായിരിക്കും പരിചിന്തിക്കുക. നമുക്കതിൻ്റെ 10ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കൂട്ടുകാരെ, ഇവിടെ 10ാം വാക്യം പറയുന്നത് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചിന്തിച്ചു, യേശുക്രിസ്തു ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നും പ്രപഞ്ചത്തിൻ്റെ ആദ്യമേ തന്നെ യേശു ഉണ്ടായിരുന്നുവെന്നും ഈ ലോകം സൃഷ്ടിച്ചത് അവൻ മുഖാന്തരമാണെന്നും നമ്മൾ പഠിച്ചിരുന്നു. അതുതന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. കാര്യം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ യഹൂദ ഗോത്രത്തിലാണ് യേശു പിറന്നത് എന്നുള്ള കഥയെല്ലാം നിങ്ങൾക്ക് ബൈബിളിൽ കൂടെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ലോകത്തിൽ തൻ്റെ ജനങ്ങളുടെ ഒപ്പം യേശുക്രിസ്തു ഉണ്ടായിട്ട് പോലും തൻ്റെ ജനം യേശുവിനെ അറിഞ്ഞില്ല. പല അത്ഭുതങ്ങൾ യേശുക്രിസ്തു നടത്തി ഭൂമിയിലായിരുന്നപ്പോൾ. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ ദിവ്യശക്തി യേശുവിൽ ഉള്ളതുകൊണ്ടാണ് ആ ദിവ്യമായ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ കാണിക്കുവാൻ സാധിച്ചത്. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചിട്ടും ഇവർ യേശുവിനെ കൈക്കൊണ്ടില്ല. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ 10ാം വാക്യത്തിൽ വായിച്ചു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. വചനം ജഡമായി തീർന്നു. ഈ വചനം പിതാവിന് ഒപ്പം ഉണ്ടായിരുന്നു, പിതാവിൻ്റെ കൂടെയായിരുന്നുവെന്നും പിതാവിൻ്റെ ഏകജാതൻ പിതാവിൻ്റെ മടിയിൽ ആയിരുന്നു എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറച്ചതാരാണ്? പിതാവായ ദൈവം. അവൻ എന്നിട്ട് എവിടെ? നമ്മുടെ കൂടെ ഈ ലോകത്തിൽ ജനങ്ങളോടൊപ്പം അവൻ പാർത്തു. പിന്നെ പറയണ, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ പറയണ, ഞങ്ങൾ ഈ യേശുവിൻ്റെ തേജസ് കണ്ടിട്ട് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ് ഈ യേശു. അങ്ങനെ തന്നെയാണ് അവർ കണ്ടത്. പിതാവിൽ നിന്ന് വന്ന ഏകജാതനായവൻ്റെ തേജസ്സായിട്ടാണ് കണ്ടത്. അല്ലാതെ പിതാവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ഭൂമിയിൽ വന്നെന്നല്ല. ആ പിതാവിനെ ആർക്കും കാണാൻ കഴിയുകയില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു. അപ്പോൾ ആ പിതാവിനെ വെളിപ്പെടുത്തുവാനായി പുത്രൻ, തൻ്റെ പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ ജഡമായി ഭൂമിയിൽ വന്ന് നമ്മുടെ ഒപ്പം പാർത്ത് പിതാവിൻ്റെ തേജസ് അല്ലേ അവനിൽ കണ്ടു.
അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ് ഇവിടെ വായിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് അവൻ മുഖാന്തരം അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി എന്ന് ഈ ബൈബിൾ വാക്യം നമ്മൾക്ക് അത് മനസ്സിലാക്കി തരുന്നു. ഇനി നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ പിതാവായ ദൈവവും പുത്രനും കൂടെയാണ് ഈ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ ഉണ്ടാക്കിയത്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ പിതാവും പുത്രനും ഒന്നിച്ചിരുന്നു കൊണ്ടാണ് പിതാവ് ഈ പുത്രനായിട്ടും ഈ പുത്രന് വേണ്ടിയുമാണ് ഈ ലോകത്തെയും അതിലുള്ള മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത് എന്ന് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇനി കൂട്ടുകാരെ, ഈ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ പരിചിന്തിച്ചതാണെങ്കിൽ പോലും ഒന്നും കൂടെ വായിക്കാം. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കണ്ടോ, സകലതും എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ളതെല്ലാം അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? യേശു മുഖാന്തരം ആണ് ഉളവായത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ പിതാവ് തന്നെയല്ല ഈ സൃഷ്ടികർമ്മത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയത്. പിതാവ് പുത്രനും കൂടെ ഒന്നിച്ചാണ്, ഈ പുത്രന് വേണ്ടിയാണ് എല്ലാം ഒരുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂട്ടുകാരെ, വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 8-ന്റെ 6-ാം വാക്യം അതൊന്ന് നമുക്ക് പരിചിന്തിക്കാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിലും കാരണബോധനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ പറയുന്നത് എന്താണ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിതാവ് ഒന്നേ ഉള്ളൂ. പിതാവ് ഏകനാണ്. അവൻ സകലത്തിലും കാരണഭൂതൻ. അപ്പോൾ പിതാവാണ് സകലത്തിനും കാരണഭൂതൻ. നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നമ്മൾ ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ഈ പിതാവിനായിട്ടാണ് ജീവിക്കേണ്ടത്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം പിതാവും മനുഷ്യരുടെയും മധ്യത്തിൽ നമുക്ക് വേണ്ടി പിതാവുമായിട്ട് ഒരുമിപ്പിക്കുന്ന കർത്താവാകുന്നു ഈ യേശുക്രിസ്തു. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. യേശു മുഖാന്തരമാണ് സകലതും ഉണ്ടാക്കിയത്, അവൻ മുഖാന്തരമാണ് നാമും. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല കൂട്ടുകാരെ. ബൈബിൾ പറയുകയാണ്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അതുകൊണ്ടാണ് ഈ വാക്യം വളരെ പ്രധാനമാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിതാവ് ഒന്നിൽ കൂടുതൽ കൂടുന്ന ആൾക്കാരല്ല പിതാവ്. പിതാവ് ഏകനാണ്. ആ പിതാവിൻ്റെ സ്തുതിയും മഹത്വവും മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ പിതാവ് ആണ് എല്ലാത്തിനും കാരണബോധൻ. ഈ രക്ഷകനെ നമുക്ക് അയച്ചതും ജീവൻ നൽകിയതും ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ജീവനെ തിരിച്ച് വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ പുത്രനെയാണ് ഭൂമിയിലേക്ക് വിട്ടതെന്നുമാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏകനാണ്, ഏക കർത്താവാണ്. അവൻ മുഖാന്തരം, ഈ യേശു മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ് അത് കൂട്ടുകാരെ. ഇനി നമുക്ക് വീണ്ടും കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചതാണെങ്കിൽ പോലും ഒന്നുകൂടി അതൊന്ന് വായിക്കാം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
യേശു മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമുക്ക് 10-ാം വാക്യവും 11-ാം വാക്യവും നമുക്ക് ബൈബിൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം ഇമാജിനേഷൻ അല്ല, വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇനിയും അതിൻ്റെ 11-ാം വാക്യം വായിക്കുന്നത് എന്താണ്? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കൂട്ടുകാരെ, ഇതെന്താണ് മനസ്സിലാക്കുന്നത്? അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിലാണ് യേശു ജനിച്ചത്. മറിയയുടെ വയറ്റിൽ കൂടി യഹൂദ ഗോത്രത്തിൽ വന്നു. അതാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ, തൻ്റെ ജനമോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. നമുക്ക് അതിനെ വീണ്ടും ഈ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കൂട്ടുകാരെ, ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. പീലാത്തോസ് യേശുവിനോട് പറയുകയാണ്, ഞാൻ യഹൂദനല്ല, നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ എന്താ പറയുന്നതെന്ന്? പീലാത്തോസ് പറയാണ്, താൻ യഹൂദനല്ല, പിന്നെ നിന്നെ ഏൽപ്പിച്ചതാരാ? നിന്റെ ജനം തന്നെയാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന്. ഇത് വായിക്കുവാൻ കാരണം ഇവിടെ പറയുകയാണ്, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇങ്ങനെ വായിക്കുന്നു: എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായി നസറയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. കണ്ടോ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായി. ദൈവം ഉയർപ്പിച്ചവനാ, പിതാവായ ദൈവം ഈ യേശുവിനെ ഉയർപ്പിച്ചവനുമായി നസറയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അതിൻ്റെ 11-ാം വാക്യം പറയുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. അപ്പോൾ യേശുവിനെ സ്വന്തക്കാർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കിയിട്ട് പോലും ഈ യേശുവിനെ ആരും കൈക്കൊണ്ടില്ല. ദൈവപുത്രനാണ്, പിതാവിൻ്റെ തേജസ്സായി വന്നതാണ് എന്നൊക്കെ ഇവർ അറിഞ്ഞിട്ട് പോലും ഈ യേശുവിനെ അവർ രക്ഷിതാവായി കൈക്കൊണ്ടില്ല എന്നാണ് ഈ വാക്യം നമ്മളെ തെളിയിക്കുന്നത്. കൂട്ടുകാരെ, ഇന്നത്തെ ഈ വായന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ഒന്നുകൂടെ നിങ്ങൾ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കണമേ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.